ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും പുറത്തേക്കിറങ്ങി നടക്കുന്നതിനിടയിൽ ഒരു നിർധനനായ ബ്രാഹ്മണൻ ഭിക്ഷയെടുക്കുന്നത് കണ്ടു. അർജുനനെ ആ ബ്രാഹ്മണനെ കണ്ട് ദയ തോന്നി. ഒരു സ്വർണ്ണമുദ്ര ചെപ്പിലാക്കി അദ്ദേഹത്തിന് നൽകി. ഇത് വാങ്ങി പ്രസന്നനായി ഭാവി ജീവിതത്തെ സ്വപ്നം കണ്ട് അയാൾ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ ബ്രാഹ്മണൻ്റെ ദൗർഭാഗ്യത്താൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കള്ളൻ വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചെപ്പ് മോഷ്ടിച്ചു. ബ്രാഹ്മണൻ ദുഃഖിച്ച് വീണ്ടും ഭിക്ഷയ്ക്കായി നടന്നു. അടുത്ത ദിവസം വീണ്ടും അർജുനനെ കണ്ട് ബ്രാഹ്മണൻ, ഇതെന്താ അങ്ങ് വീണ്ടും ഭിക്ഷയെടുക്കുന്നത് എന്ന് ചോദിച്ചു. ബ്രാഹ്മണൻ തലേ ദിവസം നടന്നത് അർജുനനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദുഃഖം കണ്ട് വീണ്ടും അർജുനൻ മൂല്യമുള്ള ഒരു മണി കൊടുത്തു. ബ്രാഹ്മണൻ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഒരു പഴയ കുടത്തിൽ കള്ളന്മാർ മോഷ്ടിക്കാതിരിക്കാൻ ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ ദൗർഭാഗ്യവശാൽ ക്ഷീണം കാരണം അയാൾ ഉറങ്ങിപ്പോയി. ഈ സമയം ബ്രാഹ്മണൻ്റെ ഭാര്യ നദിയിലേക്ക് കുടമെടുത്ത് വെള്ളമെടുക്കാനായി പോയി. വഴിമധ്യേ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ കുടം പൊട്ടിപ്പോയി. അവർ ഉടനെ ഗൃഹത്തിലേക്ക് തിരിച്ചു വന്ന് മണിയിട്ട് വെച്ച കുടവുമെടുത്ത് നദിയിലേക്ക് വെള്ളമെടുക്കാൻ പോയി. വെള്ളമെടുക്കാൻ കുടം നദിയിലേക്ക് മുക്കിയപ്പോൾ ആ മണി നദിയിൽ വീണുപോയി. ഈ വിവരമറിഞ്ഞ ബ്രാഹ്മണൻ തൻ്റെ ദൗർഭാഗ്യത്തെ ആലോചിച്ച് വളരെയധികം വിഷമിക്കുകയും വീണ്ടും ഭിക്ഷയെടുക്കാനായി പോവുകയും ചെയ്തു. അർജുനനും കൃഷ്ണനും ഈ ദരിദ്ര ബ്രാഹ്മണൻ്റെ അവസ്ഥ കണ്ട് വിവരമന്വേഷിച്ചു. എല്ലാ വസ്തുതകളും കേട്ടപ്പോൾ അർജുനൻ ബ്രാഹ്മണൻ്റെ ദൗർഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചു. ഇവിടെയാണ് ഭഗവാന്റെ ലീല ആരംഭിക്കുന്നത്. ഭഗവാൻ ആ ബ്രാഹ്മണനെ 2 പൈസ ദാനമായി നൽകി. അപ്പോൾ അർജുനൻ ചോദിച്ചു, പ്രഭു, ഞാൻ നൽകിയ സ്വർണ്ണമുദ്രയും വിലപിടിപ്പുള്ള മണിയും അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടില്ല. ഈ 2 പൈസ കൊണ്ട് അയാൾ എന്ത് ചെയ്യാനാണ്? ഇത് കേട്ട് ഭഗവാൻ പുഞ്ചിരിച്ചു. ബ്രാഹ്മണനെ ശ്രദ്ധിക്കാൻ അർജുനനോട് പറഞ്ഞു. 2 പൈസയും വാങ്ങി ബ്രാഹ്മണൻ വഴിയിൽ വെച്ച് വിചാരിച്ചു, ഈ 2 പൈസ കൊണ്ട് ഭക്ഷണത്തിന് പോലും തികയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത് എനിക്ക് തന്നത്? പ്രഭുവിൻ്റെ ലീല എന്താണാവോ? ഇങ്ങനെ വിചാരിച്ച് അദ്ദേഹം നടന്നു. അങ്ങനെ നടക്കുന്ന വഴിയിൽ ഒരു മത്സ്യക്കാരനെ കാണുകയും അയാളുടെ കയ്യിലുള്ള ഒരു മത്സ്യത്തിൻ്റെ മേൽ ബ്രാഹ്മണൻ്റെ ദൃഷ്ടി പതിയുകയും ചെയ്തു. ആ മത്സ്യം ജീവന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുട്ടയിൽ കിടന്ന് പിടയുകയായിരുന്നു. ബ്രാഹ്മണനെ ആ മത്സ്യത്തോട് ദയ തോന്നി. മത്സ്യത്തോട് ദയ തോന്നിയ ബ്രാഹ്മണൻ തൻ്റെ കയ്യിലുള്ള ആ 2 പൈസ നൽകി ആ മത്സ്യത്തിനെ വാങ്ങിക്കുകയും നദിയിൽ കൊണ്ട് ഒഴുക്കുകയും ചെയ്തു. അപ്പോൾ നദിയിൽ കൊണ്ട് ഒഴുക്കിയപ്പോൾ ആ മത്സ്യത്തിൻ്റെ വായിൽ നിന്നും എന്തോ പുറത്തേക്ക് വന്നു. നോക്കിയപ്പോൾ അർജുനൻ അന്ന് ബ്രാഹ്മണനെ കൊടുത്ത വിലപിടിപ്പുള്ള മണിയായിരുന്നു അത്. അത് കിട്ടിയപ്പോൾ ബ്രാഹ്മണൻ സന്തോഷത്തോടെ കിട്ടിപ്പോയി കിട്ടിപ്പോയി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ സമയത്ത് ആ പരിസരത്ത് ബ്രാഹ്മണൻ്റെ സ്വർണ്ണമുദ്ര മോഷ്ടിച്ച കള്ളൻ നിൽപ്പുണ്ടായിരുന്നു. കിട്ടിപ്പോയി കിട്ടിപ്പോയി എന്ന് ഉറക്കെ ബ്രാഹ്മണൻ വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ കള്ളൻ വിചാരിച്ചു ബ്രാഹ്മണനെ തന്നെ മനസ്സിലായിട്ടാണ് ഇങ്ങനെ ഒച്ച വയ്ക്കുന്നതെന്നും തന്നെ മറ്റുള്ളവർ വന്ന് ആക്രമിക്കപ്പെടും എന്നും വിചാരിച്ച് കള്ളൻ സ്വർണ്ണമുദ്ര വെച്ച ചെപ്പ് ബ്രാഹ്മണനെ തിരിച്ചു കൊടുത്ത് ക്ഷമ പറഞ്ഞ് വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇത് കണ്ട് അർജുനൻ അതിശയിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുൻപിൽ അർജുനൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ഭഗവാനെ, ഇതെന്ത് ലീലയാണ് അങ്ങയുടെ? 2 പൈസ കൊണ്ട് നഷ്ടപ്പെട്ട ഭാഗ്യം മുഴുവൻ ബ്രാഹ്മണനെ ലഭിച്ചതെങ്ങനെ? അത്ഭുതകരമായിരിക്കുന്നു ഇത്. ഭഗവാൻ പറഞ്ഞു, നീ ആദ്യം സ്വർണ്ണമുദ്രയും പിന്നീട് വിലപിടിപ്പുള്ള മണിയും കൊടുത്തപ്പോൾ അയാളുടെ മനസ്സിൽ
സ്വന്തം സുഖമെന്ന ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ 2 പൈസ കൊടുത്തപ്പോൾ അന്യജീവൻ്റെ പ്രാണനിൽ അയാൾക്ക് ദയയുണ്ടായി. അതുകൊണ്ട് അർജുന, സത്യം എന്തെന്ന് വെച്ചാൽ എപ്പോഴാണ് അന്യരുടെ ദുഃഖത്തെ പറ്റി ചിന്തിച്ച് അവർക്ക് നന്മ ചെയ്യുന്നത്, അപ്പോഴാണ് ഈശ്വരൻ നമുക്ക് ഭാഗ്യം കൊണ്ട് വരുന്നത്. അന്യരുടെ ദുഃഖത്തിൽ അവരെ സഹായിക്കുന്ന ഏത് ജീവൻ്റെ കൂടെയും ഭഗവാൻ ഉണ്ടായിരിക്കും. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ കാണുന്ന ഒരാൾക്ക് ഒരു ജീവനെ പോലും ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ സാധിക്കില്ല. ഒരു മക്കൾക്കും ഒരു ജീവനെ പോലും നശിപ്പിക്കാനായിട്ട് തോന്നാതിരിക്കാനായിട്ട് എല്ലാ മക്കളെയും നമ്മൾ ചെറുപ്പത്തിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൊഴിക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിപ്പിക്കുകയും ഭഗവത്ഗീത പഠിപ്പിക്കുകയും ചെയ്യുക. ഇത് ഓരോ അച്ഛനമ്മമാരുടെയും ഉത്തരവാദിത്തമാണ്. അതത് മതഗ്രന്ഥങ്ങൾ പഠിക്കുകയും എല്ലാ ജീവനെയും നമ്മൾ ബഹുമാനിക്കുകയും ചെയ്യാൻ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ ഒരു നല്ല തലമുറ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ജീവനും ഭഗവത്ഗീതയിൽ പറയുന്നത് തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. ഒന്നിൻ്റെയും ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ മക്കളെ പറഞ്ഞു കൊടുത്ത് നല്ല മക്കളായി വളർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. എന്തെല്ലാം കാര്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ മക്കളെ വഴക്ക് പറയുന്നു, പഠിക്കാത്തതിന് വഴക്ക് പറയുന്നു, ഭക്ഷണം കഴിക്കാത്തതിന് വഴക്ക് പറയുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും നാമം ജപിക്കാത്തതിന് നമ്മളൊന്നും നമ്മുടെ മക്കളെ പറയാറില്ല. പക്ഷേ അതാണ് നമ്മുടെ മക്കൾക്ക് ഏറ്റവും നമ്മൾ കൊടുക്കേണ്ട കാര്യം. എന്ത്? ഭഗവാനോട് ചേർത്ത് നിർത്താൻ നമ്മുടെ മക്കളെ ഒരു ദിവസം ഒരു മാലയെങ്കിലും ജപിക്കാനായിട്ട് മക്കളോട് പറയാം. അപ്പോൾ ഭഗവാനോട് ചേർന്ന് നമ്മുടെ മക്കൾ വളരുമ്പോൾ ഇന്നിപ്പോൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് അശുഭ വാർത്തകളാണ്. നമ്മൾ കേട്ടുണരുന്നത് തന്നെ എന്തൊക്കെ വാർത്തകളാണ്. അപ്പോൾ ആ രീതിയിലൊന്നും നമ്മുടെ മക്കൾ ആകാതിരിക്കാനായിട്ട് നമ്മുടെ മക്കളെ ഭഗവാനോട് ചേർത്ത് നിർത്തി ആരെങ്കിലും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ജീവിനെ കൊല്ലുവാനോ പോലും അവർക്ക് സാധിക്കാത്ത വിധത്തിൽ നമ്മൾ അവരെ വളർത്തിയെടുക്കുക. ആ ഭഗവാനോട് സ്നേഹം, ഭയമല്ല സ്നേഹം. ആ ഭഗവാനെ സ്നേഹിക്കുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടാനോ ഇങ്ങനത്തെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനോ അവർക്ക് സാധിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഭഗവാനോടുള്ള അവരുടെ സ്നേഹം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ, ജപിക്കാറായിട്ടുള്ള മക്കളാണെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഒരു മാലയെങ്കിലും ജപിക്കാനായിട്ട് നമ്മൾ മക്കളോട് പറയുക. നമ്മളിത്തിരി ദേഷ്യപ്പെട്ടാലും സാരമില്ല, ഇന്ന് ഒരു മാല ജപിച്ചിട്ട് ഉറങ്ങാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയണം. അങ്ങനെ എല്ലാ മക്കളും നല്ല മക്കളായിട്ട് വളരട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൾ.